വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം നിർദ്ദേശിച്ചു: ഇസ്രായേലിൽ മനുഷ്യർക്കിടയിലും മൃഗങ്ങൾക്കിടയിലും ഗർഭപാത്രം തുറക്കുന്ന ഓരോ കടിഞ്ഞൂലിനെയും എനിക്കായി വിശുദ്ധീകരിക്കുക. അവൻ എനിക്കുള്ളതാണ്. മോശ ജനത്തോട് പറഞ്ഞു: ഈജിപ്തിൽ നിന്ന്, അടിമകളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട ഈ ദിവസം അനുസ്മരിക്കണം. എന്തെന്നാൽ കർത്താവാണ് കരബലത്താൽ നിങ്ങളെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. പുളിപ്പുള്ളത് ഭക്ഷിക്കപ്പെടരുത്. ആബീബ് മാസത്തിലെ ഈ ദിവസമാണ് നിങ്ങൾ പുറപ്പെട്ടത്. കാനാന്യർ, ഹിത്യർ, അമോര്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ നാട്ടിലേക്ക് കർത്താവ് നിനക്ക് നൽകാനായി നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്ത പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവിടുന്ന് നിന്നെ പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ ഈ മാസത്തിൽ ഈ അനുഷ്ഠാനം നീ നിർവഹിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം നീ ഭക്ഷിക്കണം. 7-ാം ദിവസം കർത്താവിൻ്റെ തിരുനാളാണ്. 7 ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ. പുളിപ്പുള്ളത് നിന്റെ പക്കൽ കാണരുത്. പുളിമാവ് നിന്റെ പക്കൽ നിന്റെ അതിർത്തിയിലെങ്ങും കാണരുത്. ആ ദിവസം നിന്റെ മകനോട് നീ ഇപ്രകാരം വിവരിക്കണം: ഇത് ഈജിപ്തിൽ നിന്നുള്ള എൻ്റെ പുറപ്പാടിൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ പ്രതിയാണ്. ഇത് കർത്താവിൻ്റെ നിയമം നിന്റെ അധരത്തിലുണ്ടായിരിക്കേണ്ടതിന് നിനക്ക് നിന്റെ ഭുജത്തിൽ ഒരടയാളമായും കണ്ണുകൾക്കിടയിൽ ഒരു സ്മാരകമായും ഭവിക്കും. എന്തെന്നാൽ കർത്താവാണ് ശക്തമായ കരത്താൽ നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. കാലങ്ങൾ തോറും ഈ ചട്ടം അതിൻ്റെ നിശ്ചിത സമയത്ത് നീ ആചരിക്കണം. നിന്നോടും നിന്റെ പിതാക്കന്മാരോടും ശപഥം ചെയ്തതുപോലെ കർത്താവ് നിന്നെ കാനാന്യരുടെ ദേശത്ത് പ്രവേശിപ്പിക്കുകയും അത് നിനക്ക് നൽകുകയും ചെയ്യുമ്പോൾ ഓരോ കടിഞ്ഞൂലിനെയും നിനക്കുള്ള മൃഗത്തിൻ്റെ ഓരോ കടിഞ്ഞൂൽ കുട്ടിയെയും കർത്താവിനായി നീ സമർപ്പിക്കണം. ആൺകുട്ടികൾ കർത്താവിൻ്റെതായിരിക്കും. എന്നാൽ കഴുതയുടെ ഓരോ കടിഞ്ഞൂലിനെയും ഒരു മുട്ടാടിൻ കുട്ടിയെ കൊണ്ട് നിനക്ക് വീണ്ടെടുക്കാം. വീണ്ടെടുക്കുന്നില്ലെങ്കിൽ നീ അതിൻ്റെ കഴുത്തൊടിക്കണം. നിന്റെ പുത്രന്മാരിൽ ഓരോ കടിഞ്ഞൂലിനെയും നീ വീണ്ടെടുക്കണം. ഇതെന്താണെന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ആരാഞ്ഞാൽ നീ അവനോട് പറയണം: അടിമകളുടെ ഭവനമായ ഈജിപ്തിൽ നിന്ന് കർത്താവാണ് കരബലത്താൽ നമ്മെ പുറത്തു കൊണ്ടുവന്നത്. നമ്മെ വിട്ടയക്കാൻ ഫറവോ വൈമനസ്യം കാണിച്ചപ്പോൾ ഈജിപ്ത് ദേശത്തെ മനുഷ്യ കടിഞ്ഞൂൽ മുതൽ മൃഗക്കടിഞ്ഞൂൽ വരെ സകല ആദിജാതരെയും കർത്താവ് സംഹരിച്ചു. അതുകൊണ്ടാണ് ഗർഭപാത്രം തുറക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും ഞാൻ കർത്താവിന് ബലിയർപ്പിക്കുന്നതും എൻ്റെ പുത്രന്മാരുടെ ഓരോ ആദിജാതനെയും ഞാൻ വീണ്ടെടുക്കുന്നതും. ഇത് നിന്റെ ഭുജത്തിൽ ഒരടയാളവും നിന്റെ കണ്ണുകൾക്കിടയിൽ ഒരു നെറ്റിനാടയുമായി ഭവിക്കും. എന്തെന്നാൽ കർത്താവാണ് കരബലത്താൽ നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്ത്യരുടെ ദേശത്തിൻ്റെ വഴി അടുത്തായിരുന്നിട്ടും അതിലൂടെയല്ല ദൈവം അവരെ നയിച്ചത്. കാരണം യുദ്ധം കാണുമ്പോൾ ജനം മനസ്സു മാറ്റി ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമോ എന്ന് ദൈവം ശങ്കിച്ചു. ദൈവം ജനത്തെ മരുപാതയിലൂടെ ചെങ്കടലിലേക്ക് തിരിച്ചുവിട്ടു. യുദ്ധസജ്ജരായാണ് ഇസ്രായേലിയർ ഈജിപ്ത് ദേശത്തു നിന്ന് പോന്നത്. മോശ ജോസഫിന്റെ അസ്ഥികളും തന്നോടൊപ്പം എടുത്തു. എന്തെന്നാൽ ജോസഫ് ഇസ്രായേലിയരെ കൊണ്ട് ഇപ്രകാരം ദൃഢപ്രതിജ്ഞ ചെയ്യിച്ചിരുന്നു: ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും. അപ്പോൾ നിങ്ങൾക്കൊപ്പം എൻ്റെ അസ്ഥികളും ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അവർ സുക്കോത്തിൽ നിന്ന് നീങ്ങി മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഏത്താമിൽ തങ്ങി.
അവർക്ക് രാവും പകലും സഞ്ചരിക്കത്തക്ക വിധം വഴി നയിക്കാൻ പകൽ ഒരു മേഘസ്തംഭത്തിലും പ്രകാശമേകേണ്ടതിന് രാത്രി ഒരു അഗ്നിസ്തംഭത്തിലും അവർക്ക് മുൻപേ കർത്താവ് സഞ്ചരിച്ചിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുൻപിൽ നിന്ന് വിട്ടകന്നില്ല. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം നിർദ്ദേശിച്ചു: പിന്തിരിഞ്ഞ് പിഹീറോത്തിന് മുൻപിൽ മിഗ്ദോലിനും കടലിനും മധ്യേ പാളയമടിക്കാൻ ഇസ്രായേലിനോട് പറയുക. ബാൽസെഫോനിനു മുൻപിൽ അതിന്റെ എതിർവശത്തായി കടപ്പുറത്താണ് നിങ്ങൾ തങ്ങേണ്ടത്. അപ്പോൾ ഫറവോ ഇസ്രായേലിനെ കുറിച്ച് പറയും: അവർ നാട്ടിൽ ഉഴലുകയാണ്, മരുഭൂമി അവരെ കുടുക്കിയിരിക്കുന്നു. ഫറവോയുടെ ഹൃദയം ഞാൻ കഠിനമാക്കും, അവൻ ഇസ്രായേലിനെ പിന്തുടരുകയും ചെയ്യും. അങ്ങനെ ഫറവോയിലൂടെയും അവന്റെ സകല സൈന്യത്തിലൂടെയും ഞാൻ മഹത്വം നേടും. ഞാനാണ് കർത്താവ് എന്ന് ഈജിപ്തുകാർ അറിയും. അവർ അങ്ങനെ പ്രവർത്തിച്ചു. ജനം പലായനം ചെയ്തെന്ന് ഈജിപ്ത് രാജാവിന് വിവരം കിട്ടിയപ്പോൾ ജനത്തോടുള്ള ഫറവോയുടെയും അവന്റെ സേവകരുടെയും മനോഭാവം മാറി. അവർ പറഞ്ഞു: നാം എന്താണ് ഈ ചെയ്തത്? നമുക്ക് അടിമവേല ചെയ്യുന്നതിൽ നിന്ന് ഇസ്രായേൽക്കാരെ നാം വിട്ടയച്ചല്ലോ. അവൻ തന്റെ രഥം പൂട്ടി ജനത്തെ തന്നോടൊപ്പം കൂട്ടി. തിരഞ്ഞെടുക്കപ്പെട്ട 600 രഥങ്ങളും ഈജിപ്തിലെ എല്ലാ രഥങ്ങളും അവയ്ക്കെല്ലാം മേൽ നായകന്മാരെയും അവൻ കൂടെ കൂട്ടി. ഈജിപ്ത് രാജാവായ ഫറവോയുടെ ഹൃദയം കർത്താവ് കഠിനമാക്കി. അവൻ ഇസ്രായേലിനെ പിന്തുടർന്നു. ഇസ്രായേലിലാകട്ടെ വീര്യത്തോടെ പുറപ്പെടുകയായിരുന്നു. ഈജിപ്തുകാർ അവരെ അനുധാവനം ചെയ്തു. ഫറവോയുടെ സകല കുതിരയും തേരും അവന്റെ കുതിരപ്പടയാളികളും സൈന്യവും കടൽ തീരത്ത് ബാൽസെഫോനിന്റെ എതിർവശത്ത് പിഹഹിറോത്തിൽ തങ്ങുകയായിരുന്ന അവരുടെ ഒപ്പം എത്തിച്ചേർന്നു. ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേലിയർ കണ്ണുകൾ ഉയർത്തി. ഇതാ, ഈജിപ്ത് തങ്ങൾക്ക് പിന്നാലെ നീങ്ങുന്നു. അവർ ഏറെ ഭയപ്പെട്ടു. ഇസ്രായേലിയർ കർത്താവിനോട് നിലവിളിച്ചു. അവർ മോശയോട് ചോദിച്ചു: ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ മരിക്കാനായി നീ ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നതിലൂടെ നീ ഞങ്ങളോട് എന്താണ് ഈ ചെയ്തിരിക്കുന്നത്? ഈജിപ്തുകാരെ സേവിക്കാനായി ഞങ്ങളെ തനിയെ വിട്ടേക്കൂ എന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞ കാര്യം ഇത് തന്നെയല്ലേ? തീർച്ചയായും മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് മെച്ചം ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു. മോശ ജനത്തോട് പറഞ്ഞു: നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിന്ന് കർത്താവിന്റെ രക്ഷ കാണുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അത് ചെയ്യും. നിങ്ങൾ ഇന്നു കാണുന്ന ഈജിപ്തുകാരെ ഇനി ഒരിക്കലും നിങ്ങൾക്ക് കാണേണ്ടി വരികയില്ല. തീർച്ച, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: നീ എന്തിന് എന്നോട് നിലവിളിക്കുന്നു? ഇസ്രായേലിനോട് മുൻപോട്ട് നീങ്ങാൻ നിർദ്ദേശിക്കുക. നിന്റെ വടി ഉയർത്തി കടലിനു മീതെ കൈനീട്ടി അതിനെ വിഭജിക്കുക. അപ്പോൾ ഇസ്രായേലിയർ കടലിനു നടുവെ വരണ്ട നിലത്തിലൂടെ കടന്നു പോകും. ഇതാ, ഞാൻ ഈജിപ്തുകാരുടെ ഹൃദയം കഠിനമാക്കുകയാണ്. അവർ അവരുടെ പിന്നാലെ വരും. അങ്ങനെ ഫറവോയിലൂടെയും അവന്റെ സകല സൈന്യം, തേര്, കുതിരപ്പടയാളികൾ എന്നിവരിലൂടെയും ഞാൻ മഹത്വം വരിക്കും. ഫറവോയിലൂടെയും അവന്റെ രഥത്തിലൂടെയും അശ്വസേനയിലൂടെയും ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് ഈജിപ്തുകാർ അറിയും. ഇസ്രായേൽ പാളയത്തിനു മുൻപേ സഞ്ചരിച്ചിരുന്ന ദൈവദൂതൻ നീങ്ങി അവരുടെ പിന്നാലെ സഞ്ചരിച്ചു തുടങ്ങി. മേഘസ്തംഭവും അവരുടെ മുൻപിൽ നിന്ന് നീങ്ങി അവരുടെ പിന്നിലായി വന്നു നിന്നു. അവിടുന്ന് ഈജിപ്ത് പാളയത്തിന്റെയും ഇസ്രായേൽ പാളയത്തിന്റെയും ഇടയിൽ വന്നു. മേഘവും ഇരുട്ടും ഉണ്ടായി. അവിടുന്ന് രാത്രിയെ പ്രകാശിപ്പിച്ചു. രാത്രി മുഴുവൻ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനായില്ല. മോശ കടലിനു മീതെ കൈനീട്ടി.
കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ ഇളക്കി. അവിടുന്ന് കടലിനെ വരണ്ട നിലമാക്കുകയും ചെയ്തു. അങ്ങനെ വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേലിയർ ഉണങ്ങിയ നിലത്ത് കടലിനു നടുവേ നടന്നുപോയി. അവരുടെ വലത്തും ഇടത്തും വെള്ളം അവർക്ക് മതിലായി തീർന്നു. ഈജിപ്തുകാർ പിന്തുടർന്നു. ഫറവോയുടെ സകല കുതിരയും അവന്റെ രഥവും അശ്വസൈന്യവും അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പുലരിയുടെ യാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിന്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്ത് പാളയത്തിലേക്ക് നോക്കി. അവിടുന്ന് ഈജിപ്ത് പാളയത്തെ പരിഭ്രാന്തമാക്കി. അവിടുന്ന് അവന്റെ രഥങ്ങളുടെ ചക്രം വേർപ്പെടുത്തി. തന്മൂലം അവൻ അത് ഏറെ പണിപ്പെട്ടാണ് തെളിച്ചത്. അപ്പോൾ ഈജിപ്ത് പറഞ്ഞു, ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് ഞാൻ രക്ഷപ്പെടട്ടെ. എന്തെന്നാൽ കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ കർത്താവ് മോശയോട് കൽപ്പിച്ചു, വെള്ളം ഈജിപ്തിന്റെ മേലും അവന്റെ രഥത്തിന്റെയും അശ്വസേനയുടെയും മേലും മടങ്ങി വരേണ്ടതിന് നിന്റെ കരം കടലിനു മീതെ നീട്ടുക. മോശ കടലിനു മീതെ കൈ നീട്ടി. പ്രഭാതത്തോടെ കടൽ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി. ഈജിപ്തുകാർ തിരിഞ്ഞോടിയത് അതിനെ എതിരേൽക്കാനായിരുന്നു. അങ്ങനെ കർത്താവ് കടലിന്റെ നടുവിൽ ഈജിപ്തുകാരെ കശക്കി. കടലിൽ അവരുടെ പിന്നാലെ വരികയായിരുന്ന ഫറവോയുടെ സൈന്യം മുഴുവനിലും പെട്ട തേരിനെയും കുതിരപ്പടയാളികളെയും വെള്ളം തിരിച്ചെത്തി മൂടിക്കളഞ്ഞു. അവരിൽ ഒരുവൻ പോലും അവശേഷിച്ചില്ല. എന്നാൽ ഇസ്രായേലിയർ ഉണങ്ങിയ നിലത്ത് കടലിന് നടുവേ നടന്നു. അവരുടെ വലത്തും ഇടത്തും വെള്ളം അവർക്ക് മതിലായി തീർന്നു. അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രായേലിനെ ഈജിപ്തിന്റെ കരത്തിൽ നിന്ന് രക്ഷിച്ചു. മരിച്ചു കിടക്കുന്ന ഈജിപ്തുകാരെ ഇസ്രായേൽക്കാർ കടൽ തീരത്ത് കണ്ടു. കർത്താവ് ഈജിപ്തിൽ പ്രകടമാക്കിയ മഹാഭുജം ഇസ്രായേൽക്കാർ കണ്ടു. ജനം കർത്താവിനെ ഭയപ്പെട്ടു. കർത്താവിലും അവിടുത്തെ ദാസനായ മോശയിലും അവർ വിശ്വസിക്കുകയും ചെയ്തു. 45-ാം സങ്കീർത്തനം. നല്ലൊരാശയത്താൽ എൻ്റെ ഹൃദയം ത്രസിക്കുന്നു. രാജാവിനോട് ഞാൻ എൻ്റെ കവിതകൾ ചൊല്ലട്ടെ. കഴിവുറ്റ ഒരെഴുത്തുകാരൻ്റെ തൂലികയാണ് എൻ്റെ നാവ്. നീ മനുഷ്യമക്കളിൽ ഏറ്റവും സുന്ദരൻ. നിന്റെ അധരങ്ങളിൽ പ്രസാദം ചൊരിയപ്പെട്ടിരിക്കുന്നു. ആകയാൽ ദൈവം നിന്നെ ശാശ്വതമായി അനുഗ്രഹിച്ചിരിക്കുന്നു. അല്ലയോ വീരപുരുഷ, നിന്റെ വാൾ അരയിൽ ധരിക്കുക. നിന്റെ പ്രതാപവും നിന്റെ പ്രാഭവവും തന്നെ. നിന്റെ പ്രാഭവത്തിലേക്ക് നീ കുതിക്കുക. സദ്വചനത്തിൻ്റെയും ശരിയായ എളിമയുടെയും പാതയിൽ സവാരി ചെയ്യുക. നിന്റെ വലത്തുകൈ നിന്നെ ഭീതിത കൃത്യങ്ങൾ അഭ്യസിപ്പിക്കട്ടെ. ജനങ്ങൾ നിന്റെ കീഴിൽ നിബദിക്കും. രാജശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്റെ അമ്പുകൾ തറഞ്ഞു കയറും. നിന്റെ സിംഹാസനം ദൈവമേ എന്നേക്കുമുള്ളതാണ്. നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ പരമാർത്ഥതയുടെ ചെങ്കോലാണ്. നീതിയെ നീ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവം നിന്റെ ചങ്ങാതിമാരിൽ നിന്ന് നിന്നെ ആമോദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. നിന്റെ അങ്കികളെല്ലാം നറും പശയും ചന്ദനവും ലവംഗവുമാണ്. ദന്തകൊട്ടാരങ്ങളിൽ നിന്നുള്ള തന്ത്രിവാദ്യങ്ങൾ നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ വിലപ്പെട്ടവരിൽ രാജകുമാരിമാരുണ്ട്. നിന്റെ വലത്തുവശത്ത് ഓഫീർ പൊന്നോടെ രാജ്ഞി നിൽക്കുന്നു. മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. രാജാവ് നിന്റെ സൗന്ദര്യം മോഹിക്കും. അവൻ നിന്റെ നാഥനാണല്ലോ, അവനെ വണങ്ങുക. ടയർ പുത്രി, ജനത്തിന്റെ സമ്പന്നർ ഉപഹാരം കൊണ്ട് നിന്റെ മുഖം തരളിതമാക്കും. രാജകുമാരിയുടെ സമ്പാദ്യമെല്ലാം ആന്തരികമാണ്. അവളുടെ ഉടയാട സ്വർണ്ണ കസവിൽ നിന്നുള്ളതാണ്. വർണ്ണശബളമായ അങ്കി അണിയിക്കപ്പെട്ട് രാജാവിന്റെ പക്കലേക്ക് അവൾ ആനീതയാകുന്നു.
അവളുടെ അകമ്പടിയായുള്ള കന്യകമാരായ തോഴിമാർ നിന്റെ പക്കലേക്ക് ആനയിക്കപ്പെടുന്നു. സന്തോഷ പ്രകടനങ്ങളോടും ആനന്ദത്തോടും കൂടെ ആനീതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്തായിരിക്കും. ഭൂമിയിലെങ്ങും നീ അവരെ പ്രഭുക്കന്മാരായി വാഴിക്കും. തലമുറ തോറും നിന്റെ നാമം അനുസ്മരിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും. ആകയാൽ ജനങ്ങൾ നിന്നെ നിത്യവും എന്നേക്കും പ്രകീർത്തിക്കും. 46-ാം സങ്കീർത്തനം. ദൈവമാണ് നമുക്ക് അഭയവും ശക്തിയും, കഷ്ടതകളിൽ സംലഭ്യമായ സഹായം. ആകയാൽ ഭൂമി കുലുങ്ങിയാലും സമുദ്രാന്തരാളത്തിലെ പർവ്വതങ്ങൾ ഇളകിയാലും നമ്മൾ ഭയപ്പെടുകയില്ല. അതിൻ്റെ ജലം ഇരമ്പിക്കൊള്ളട്ടെ, പതഞ്ഞുകൊള്ളട്ടെ, പർവ്വതങ്ങൾ ഗർവോടെ വിറച്ചുകൊള്ളട്ടെ. ഒരു നദിയുണ്ട്, അതിൻ്റെ ചാലുകൾ ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ കൂടാരങ്ങളെ സന്തുഷ്ടമാക്കുന്നു. അത് ഇളകാതിരിക്കാൻ ദൈവം അതിൻ്റെ മധ്യേയുണ്ട്. പ്രഭാതം ആവിർഭവിക്കാൻ ദൈവം അതിനെ സഹായിക്കും. ജനതകൾ ഇരമ്പുന്നു, രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു. അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമുക്ക് കോട്ടയാണ്. ചെല്ലുവിൻ, കർത്താവിന്റെ പ്രവൃത്തികൾ ദർശിക്കുവിൻ. അവിടുന്ന് അമ്പരപ്പുളവാക്കുന്നവ ഭൂമിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധങ്ങൾ ശമിപ്പിച്ചിരിക്കുന്നു. വില്ല് ഓടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കുന്നു. പരാക്രമം നിർത്തുവിൻ, ഞാനാണ് ദൈവം എന്നറിയുവിൻ. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമുക്ക് കോട്ടയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 27 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം ദേശാധികാരിയുടെ പടയാളികൾ പ്രത്തോറിയത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോയി. ഒരു സൈന്യ വിഭാഗം മുഴുവൻ അവനു ചുറ്റും ഒരുമിച്ചുകൂടി. അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഒരു ചെമന്ന മയിലങ്കി പുതപ്പിച്ചു. ഒരു മുൾക്കിരീടം മെടഞ്ഞ് അവന്റെ ശിരസിൽ വെച്ചു. വലത്തുകൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. അവന്റെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട്, യഹൂദരുടെ രാജാവേ, സ്വസ്തി എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു. അവർ അവന്റെ മേൽ തുപ്പുകയും ഞാങ്ങണ എടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ച ശേഷം മേലങ്കി എടുത്തു മാറ്റി അവന്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. അവർ പോകുന്ന വഴി ശിമയോൻ എന്ന ഒരു സൈറീൻകാരനെ കണ്ടുമുട്ടി. യേശുവിന്റെ കുരിശ് ചുമക്കാൻ അവർ ഇവനെ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോത്തായിൽ എത്തിയപ്പോൾ അവർ അവന് കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു. അവനത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അവനെ കുരിശിൽ തറച്ച ശേഷം അവർ അവന്റെ വസ്ത്രങ്ങൾ കുറേട്ട് ഭാഗിച്ചെടുത്തു. അനന്തരം അവർ അവിടെ അവന് കാവലിരുന്നു. ഇവൻ യഹൂദരുടെ രാജാവായ യേശുവാണ് എന്ന അവന്റെ കുറ്റപത്രം അവർ അവന്റെ ശിരസിന് മുകളിൽ എഴുതി വെച്ചു. അവനോടുകൂടെ 2 കള്ളന്മാരെയും അവർ കുരിശിൽ തറച്ചു, ഒരുവനെ വലത്തും അപരനെ ഇടത്തും. അതിലെ കടന്നുപോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് അത് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. അപ്രകാരം തന്നെ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞരോടും ശ്രേഷ്ഠരോടുമൊത്ത് അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഇവൻ ഇസ്രായേലിന്റെ രാജാവാണല്ലോ. ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിന് വേണമെങ്കിൽ ഇപ്പോൾ ഇവനെ രക്ഷിക്കട്ടെ. ഞാൻ ദൈവപുത്രനാണ് എന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത്.
അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന്മാരും ഇപ്രകാരം തന്നെ അവനെ പരിഹസിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ,